നമസ്കാരം മാഡം. മാസം അവസാനമല്ലേ ആയുള്ളൂ, തീർന്നില്ലല്ലോ. അതിനു മുന്നേ എന്റെ ആൾക്കാരെ പിടിക്കാണോ? ആഴ്ചക്ക് അങ്ങോട്ട് തരുന്നുണ്ടല്ലോ. ഇതൊന്നും പോരാഞ്ഞ് മാസം 4 കൂട്ടം പായസം ചേർത്ത് സദ്യ തരുന്നുണ്ടല്ലോ. ഒന്ന് മതിയാക്കുന്നുണ്ടോ? നിന്റെ ആളെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പോലീസേ, ഈ കിളിച്ചുണ്ടൻ മാമ്പഴത്തെ സാധാരണ ആളായിട്ട് കാണല്ലേ പോലീസേ. സ്റ്റേറ്റ് ഗവൺമെന്റ് മുതൽ സെൻട്രൽ ഗവൺമെന്റ് വരെ പവർഫുൾ പോസ്റ്റിംഗിലുള്ള 10 പേരെ എന്റെ പെർമനന്റ് കസ്റ്റമറായിട്ട് വെച്ചിട്ടുണ്ട്. പിടിക്ക് ഈ മാസത്തിലുള്ള തന്റെ പടി. കോൺസ്റ്റബിൾ ഒന്ന് തുറന്നുവിട്. യെസ് സർ. എടോ, ഇതുങ്ങളെ എവിടുന്നാടോ പിടിച്ച്? കണ്ടിട്ട് പാവങ്ങളെ പോലെ തോന്നുന്നു. മുഖം കണ്ടാൽ തന്നെ ഏത് നല്ലത് ഏത് പോക്ക് കേസെന്ന് മനസ്സിലാക്കുന്നതാണ് നല്ല പോലീസുകാരന്റെ കഴിവ്. മനസ്സിലായോ? എന്താ നിന്റെ പേര്? ചാർലസ്. നിന്റെ പേരോ? ഉമാ മഹേശ്വരി. നിന്റെ സ്ഥലം എവിടെയാ? കോഴിക്കോടാ. നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആണ്? നിങ്ങൾക്ക് ഈ സ്റ്റേഷനേക്കാളും എന്റെ വീടായിരിക്കും സുരക്ഷിതത്വം. പോലീസേ, എന്താ ശരിയല്ലേ? ഞാൻ നിന്നോട് കൊണ്ടുപോകാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. വന്നോളൂ. പാവം പെണ്ണ് എന്താവാൻ പോകുന്നു. ഇതൊക്കെ ആര്? ഇവര് നമ്മുടെ ചീഫ് ഗസ്റ്റ്. ഇവരിവിടെ ഉള്ള സമയം അത്രയും ആരും ഇവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. പോയി മായ വിളിക്ക്. മായേ, ഇവരെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോ മോളെ. വരൂ. വരണം. നിങ്ങൾ രണ്ടുപേരും ഈ റൂമിൽ സ്റ്റേ ചെയ്തോളൂ. അടുത്ത റൂമിൽ നിന്ന് കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ പേര്? ചാർലസ്. നിങ്ങളുടെ പേരോ? ഉമാ മഹേശ്വരി. ഓക്കെ, കുളിച്ചിട്ട് വരൂ, നമുക്ക് കഴിക്കാം. ഓക്കെ. ഉറക്കം വരുന്നില്ലേ? ഇത് ആപത്ത് പിടിച്ച സ്ഥലമാ. നമുക്ക് ഇവിടുന്ന് ഉടനെ പോയി മതിയാവും. ഇവിടുന്ന് എവിടേക്കും പോകാൻ കഴിയില്ല. ഇപ്പൊ നമുക്ക് സുരക്ഷിതമായ സ്ഥലം ഇതാ. നിനക്കത് പ്രശ്നമില്ല. പക്ഷെ ഇവിടെയുള്ള ഓരോ നിമിഷവും എനിക്ക് വല്ലാതെ പേടിയാവുന്നു. നീ നിന്നെ വിശ്വസിക്കേ, അപ്പൊ പിന്നെ പേടിയൊന്നും ഉണ്ടാവില്ല. അച്ഛാ, ഞാനിപ്പോ സിറ്റിയിലുണ്ട് അച്ഛാ. ഉമയെ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരും. ആ ഓക്കെ, അമ്മയൊന്ന് സൂക്ഷിച്ച് നോക്കിയാണ് അച്ഛാ. ശരി, ഞാൻ ഫോൺ വെക്കുക. നിങ്ങൾ അനിതയുടെ ഹസ്ബൻഡ് ഗൗതം അല്ലേ? അല്ല. അല്ലെന്നോ? അപ്പോ അനിതയില്ലേ? ഇവിടെ ആരുമില്ല, എല്ലാവരും നാട്ടിൽ പോയിരിക്കുക. എന്ത്, നാട്ടിൽ പോയെന്നോ? എന്നെ വരാൻ പറഞ്ഞിട്ട് അവളെന്തിനാ പോയത്? എടി അനിതേ, എന്നെ വരാൻ പറഞ്ഞിട്ട് നീ എന്തിനാ നാട്ടിൽ പോയത്? നിന്നെ വിശ്വസിച്ചില്ല ഞാൻ ഇവിടെ വന്നത്. എനിക്കിവിടെ ആരെങ്കിലും അറിയാവോ? അങ്ങനെയോ? ശരി, ഇപ്പൊ ഞാൻ എവിടെ താമസിക്കും? എന്ത്? ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ താമസിക്കുന്നത്? ശരി, നീ പറയുന്നുണ്ട് താമസിക്കാം. ആ
എക്സ്ക്യൂസ് മീ, ഉം. എനി ഹെൽപ്പ്? ഇതിനൊന്നും ഒരു ഹെൽപ്പും ആവശ്യമില്ല. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വിളിച്ചോളാം. കള്ള കഴിവറുടെ മോള് ഒരുപാട് ജാടയാവക്ക്. താഴെ കിടന്ന് എനിക്ക് ശീലമില്ല, മോളിൽ കിടന്നാലേ എനിക്ക് ഉറക്കം വരുള്ളൂ. ഐ മീൻ മെത്തേ കിടന്നാലേ എനിക്ക് ഉറക്കം വരുള്ളൂ എന്ന്. നിങ്ങളുടെ അവസ്ഥ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. നീ ഒരാളെ ലവ് ചെയ്യുന്നു, നീ വേറൊരാളെ ലവ് ചെയ്യുന്നു എന്ന വിധി നിങ്ങൾ രണ്ടുപേരെയും ചേർത്ത് ഇവിടെ കൊണ്ടുവന്നു. പക്ഷെ എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാ നിങ്ങൾ തിരിച്ചു പോകുന്നതാണ് നല്ലത്. ഞാൻ നാട്ടിലേക്ക് പോവില്ല. പോയ എന്റെ അച്ഛൻ എന്നെ കൊല്ലും. മരിക്കണമെന്ന് പറഞ്ഞല്ലേ വന്നത്, പിന്നെന്താ? മരിക്കുകയാണെങ്കിൽ എന്റെ ചേട്ടനോടൊപ്പം ചേർന്ന് മരിക്കണം. അതാ എനിക്ക് സന്തോഷം. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് മരിക്കുകയാണെങ്കിൽ അത് നരകോ. പ്രേമം എങ്ങനെയല്ല സംസാരിപ്പിക്കുന്നു. ഇനി നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്? നാട്ടിലേക്ക് പോകാൻ കഴിയില്ല, എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കണം. കണ്ടു മോളെ, നീ മരിക്കണമെന്ന് പറയുന്നു. ഇതാ നോക്ക്, ആഹാരത്തിനോ ഡ്രസ്സിനോ ചെലവിനോ ഒന്നിനും വിഷമിക്കണ്ട, ഞാനുണ്ടല്ലോ. താങ്ക്സ്. ഞാൻ ആരാണെന്നറിയാമല്ലോ. കഥാകൃത്തായ കാളിദാസൻ എന്ന് വെച്ചാൽ ഈ സിനിമാ ലോകത്ത് മൊത്തം അറിയാം. ഇന്നത്തെ മലയാള സിനിമാ ലോകം കഥയില്ലാതെ വലഞ്ഞുകൊണ്ടിരിക്കുക. മലയാള സിനിമയെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. ശരി, എന്നാ ഇറങ്ങട്ടെ. പോവേണം. അനിയ, ഇങ്ങോട്ട് വന്നേ. രണ്ടുപേരും ഇവിടെ ഇരിക്കേ. നിങ്ങൾ രണ്ടുപേരും ഈ കാമ്പൗണ്ടിനകത്ത് വന്നിട്ട് എത്ര നാളായെന്നറിയാമോ? 2 നാൾ. 2 ദിവസമേ നിങ്ങളിവിടെ ഉണ്ടാകുള്ളൂ എന്ന് ഇസ്മയിൽ എന്നോട് പറഞ്ഞു. 2 ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ നിഘണ്ടുവിൽ എത്ര ദിവസമാണെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. എന്താ രണ്ടുപേരും ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുന്നത്? അത് പിന്നെ എന്താ അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എപ്പോഴാ ഇവിടുന്ന് പോകാൻ ഉദ്ദേശം? നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച് വീട് വിട്ടിറങ്ങി വന്നു. എന്താ ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ? ഈ കഥാകൃത്ത് കാളിദാസനെ ആരെക്കൊണ്ടും പറ്റിക്കാൻ സാധിക്കില്ല. ഒരുത്തന്റെ മുഖം കണ്ടാലുടൻ തന്നെ അവന്റെ മനസ്സിലുള്ളതെല്ലാം അങ്ങനെ തന്നെ പറയും ഈ കഥാകൃത്ത് കാളിദാസൻ. മനസ്സിലായോ? ഹലോ, നിങ്ങളോട് തന്നെ, നിങ്ങളോടോ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഒന്നിനും മറുപടി പറയാതിരുന്നതിൽ എങ്ങനെയാ? പിന്നെ 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 എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ എപ്പോഴാ പോകാൻ പോകുന്നെന്ന് പറ. ആദ്യം നിങ്ങൾ ആരാ, എവിടെയാ സ്ഥലം, എന്താ പേര്, ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞു തന്നെ ആകണം. ഹലോ ബ്രദർ, സിസ്റ്റർ, ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മിണ്ടാതിരുന്നാൽ എങ്ങനെ? ഉത്തരം പറയാതെ എന്നെ പറ്റിക്കാൻ നോക്കേണ്ട നിങ്ങൾ. എന്നെ ആർക്കും പറ്റിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ സത്യങ്ങളെല്ലാം തുറന്നു പറയാം സർ. ആ ശരി, പറ. എൻ്റെ പേര് സുബ്രഹ്മണ്യൻ എന്നാ. ആ, സുബ്രഹ്മണ്യനോ? നിന്നെ എന്റെ ചേട്ടന്റെ മകനാണെന്ന ഇസ്മയിൽ എന്നോട് പറഞ്ഞത്. സംതിങ് റോങ്. അത് ശരി, നിന്റെ പേരെന്താ? എസ്തർ. ആ, ഇസ്മയിലിന്റെ ചേട്ടന്റെ മകന്റെ പേര് സുബ്രഹ്മണ്യൻ, ചേച്ചിയുടെ മകളുടെ പേര് എസ്തർ. ആ, വല്ലാത്ത കുഴപ്പം തന്നെ. ഈശ്വര, ജീസസ്, അല്ലാ, മുരുക, ഇത്രയും നാൾ എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? ഇസ്മയിൽ ഇങ്ങോട്ട് വരട്ടെ, ഇപ്പൊ തന്നെ, ഈ നിമിഷം തന്നെ ഈ വീട് വിട്ട് ഓടിപ്പോണം, അല്ലെങ്കിൽ കൊല്ലും ഞാൻ. ദയവേത് അങ്ങനെയൊന്നും പറയരുത് സർ.
ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് സാറ് തന്നെ കേട്ടിട്ട് അതിനൊരു പോംവഴി സാറ് തന്നെ പറയണം. ആദ്യം നിന്റെ പ്രോബ്ലം എന്താണെന്ന് എന്നോട് പറ. ഞാനും എൻ്റെ ഫ്രണ്ടും ഒന്നിച്ചൊരു കാറിൽ വരികയായിരുന്നു. ഇവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ കാറിൽ വന്നു. ആ സമയത്താണ് ഞങ്ങളുടെ കാർ തമ്മിൽ ആക്സിഡൻ്റ് ആയത്. ആ ആക്സിഡൻറ്റിൽ ഞങ്ങൾ രണ്ട് പേരായിട്ട് പിരിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ അവൻ എൻ്റെ ലവറിനോടൊപ്പവും ഞാൻ അവൻ്റെ ലവറിനോടൊപ്പവും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ സിറ്റിയിൽ ഇത്രയും നാളായിട്ട് അവരന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അറിയാവുന്ന എല്ലാ സ്ഥലവും തേടി നോക്കി, പക്ഷേ അവരെ എവിടെയും കണ്ടില്ല. അവർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളിവിടെ താമസിക്കുന്നതന്നെ. അവരില്ലാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. ആ സാറിന് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രോബ്ലം മനസ്സിലാവും. നിന്റെ കഥ കേട്ടിട്ട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സാർ, സർ, ഞങ്ങൾ രണ്ടുപേരും അവരെ രണ്ടുപേരും കണ്ടുപിടിക്കുന്നതുവരെ ഇവിടെ താമസിച്ചോട്ടെ. എഴുന്നേക്ക്. നിങ്ങൾ ഇപ്പോൾ എന്നോട് പറഞ്ഞ ഈ കഥ ഈ കാമ്പൗണ്ടിനുള്ളിൽ ആരും അറിയാൻ പാടില്ല. ആരും അറിയണ്ട. നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചു. വളരെ നന്ദിയുണ്ട് സർ. സാർ.